ഒരാൾ ഇങ്ങനെ പറഞ്ഞു തരാനുണ്ടാകുമ്പോഴല്ലേ പ്രശ്നം വരുന്നത്. അത് ഞാൻ നിർത്തല്ലേ വേണ്ടത്. നമ്മുടെ നൂറയുടെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും അതുപോലെ തന്നെ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്കും ഏറെ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് ബിഗ് ബോസ് ഇപ്പോൾ പ്രൊമോയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. നമ്മുടെ ലെസ്ബിയൻ കപ്പിളായ ആദില നൂറ അടിച്ച് പിരിയാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ അടിച്ച് പിരിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു പ്രൊമോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ നൂറ തുറന്നു പറയുകയാണ്, മാനസികമായിട്ട് എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഈ കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആദില അനീഷിനോടക്കം വളരെ മോശകരമായ രീതിയിൽ ചൂടായിട്ടുള്ള പ്രസ്താവനകളും അതുപോലെ തന്നെ പ്രവൃത്തികളുമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വല്ലാത്ത നെഞ്ചരിച്ചിലാണ്, എനിക്ക് മടുത്തു എന്ന് വരെ നമ്മുടെ നൂറ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ആദില പറയുന്നുണ്ട്, അനുഭവിക്കുന്നത് ഞാനും നെഞ്ചരിച്ചൽ നിനക്കുമാണോ എന്ന് ആദില തിരിച്ച് ചോദിക്കുന്നതും നമുക്ക് മനസ്സിലാകാം. അപ്പോൾ തന്നെ നമ്മുടെ നൂറ പൊട്ടിത്തെറിച്ചുകൊണ്ട് ആദിലയോട് ചോദിക്കുകയാണ്, ഒരാളിങ്ങനെ പറഞ്ഞു തരുമ്പോൾ അല്ലേ പ്രശ്നം ഉണ്ടാവുന്നത്, അത് ഞാൻ അങ്ങോട്ട് നിർത്തുകയാണ് എന്ന് നമ്മുടെ നൂറ പറയുകയാണ്. ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇത്ര ബിഗ് ബോസിൻ്റെ ചരിത്രം തുടങ്ങിയത് മുതൽ നമ്മൾ ഈ ലെസ്ബിയൻ കപ്പിളിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ ചെയ്തിരുന്നു. അതിൽ ഞാൻ ആദ്യമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ നൂറ എന്ന് പറയുന്നത് ഒരു ലെസ്ബിയൻ കഥാപാത്രമേ അല്ല എന്നുള്ളതാണ്. ആദില എന്ന് പറയുന്ന കുട്ടിയുടെ കയ്യിൽ കുടുങ്ങിപ്പോയ ഒരു കുട്ടിയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇതിലെ ഒരു യാഥാർത്ഥ്യം. ഈ ആദില എന്ന് പറയുന്ന കുട്ടിയോട് ടോളറേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി നമ്മുടെ നൂറയ്ക്ക് യാതൊരു വിധേനയും നടക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ആദില എന്ന് പറയുന്ന കുട്ടിയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഈ ആദില എന്ന് പറയുന്ന സ്ത്രീ, ഞാൻ 2-3 എൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ്, യാതൊരു കാരണവശാലും ഒരു ഭാഗം മാത്രമേ ലെസ്ബിയൻ ഉള്ളൂ. രണ്ടാമത്തത് സാധാ കുടുംബത്തിൽ നിന്ന് ജനിച്ച് വളർന്ന് നല്ല രീതിയിൽ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കുട്ടിയാണ്. അവരുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഉണ്ടായ എന്തോ ഒരു ചെറിയ ബ്ലാക്ക് മാർക്ക് അല്ലെങ്കിൽ ആ ദേഷ്യം, ആ പക, അത് മുതലെടുക്കുക എന്നതാണ് നമ്മുടെ ആദില എന്ന് പറയുന്ന കുട്ടി ചെയ്തത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ആ ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നൂറയെ ആക്കി മാറ്റി, അതിനുശേഷം എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം തൻ്റെ ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുപോകുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ ആദില ചെയ്തത്. അങ്ങനെ കുടുങ്ങിപ്പോയതാണ് ഈ കുട്ടി എന്നുള്ളത് തന്നെയാണ് 100% യാഥാർത്ഥ്യം. ഇപ്പോൾ ബിഗ് ബോസിനകത്ത് പല ആവർത്തി നമ്മുടെ നൂറ എന്ന് പറയുന്ന കുട്ടി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഫാമിലിയുമായിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ എനിക്ക് എൻ്റെ അനുജത്തികളുമായിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കടന്നു വന്നുകൊണ്ട് ആദില മുന്നോട്ട് വന്ന് അതിൽ ഇടപെട്ട് സംസാരിക്കുന്ന സമയത്താണ് നമ്മുടെ നൂറ റൂട്ട് മാറ്റി പോകുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഒരു സന്തോഷകരമായ വാർത്തയിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണും. അനീഷിൻ്റെ മുഖത്ത് വേസ്റ്റ് പാത്രം നിറച്ച വെള്ളത്തിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കുന്നതും അതുപോലെ തന്നെ 2-3 കാര്യങ്ങൾ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ മോശകരമായ രീതിയിൽ നമ്മുടെ ആദില ചെയ്യുന്നത് കണ്ടു. തീർച്ചയായിട്ടും അതിൽ ലാലേട്ടൻ ചോദിക്കുക തന്നെ വേണം. അതിന് പുറത്ത് നമ്മുടെ ഒരു ടാസ്കിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനീഷിൻ്റെ മുതുകത്ത് നമ്മുടെ ആദില അടിച്ചിരുന്നു. അതൊരു ഫിസിക്കൽ അസോൾട്ടായിട്ട് എടുത്തുകൊണ്ട് ശരിക്കും ആദില എന്ന് പറയുന്ന കഥാപാത്രത്തെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കേണ്ടത് തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് നമ്മുടെ യഥാർത്ഥ കണ്ടസ്റ്റൻ്റ് എന്ന നിലയിൽ നമ്മുടെ അനീഷ് അതിനെക്കുറിച്ച് യാതൊരു പരാതി പറയാൻ വേണ്ടി പോയില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമാക്കിയിട്ട് നമ്മളെ ബിഗ് ബോസ് എടുക്കുകയും ചെയ്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊമോയോ അവരുടെ വീഡിയോയിലോ ഒന്നും തന്നെ അത് കാണിക്കുകയും ചെയ്തിരുന്നില്ല. പക്ഷേ അതിനൊരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജിഷിൻ എന്ന് പറയുന്ന കഥാപാത്രം ഇപ്പോൾ അത് ബിഗ് ബോസിനകത്ത് ഉന്നയിക്കുകയാണ് ആ പ്രശ്നം. തീർച്ചയായിട്ടും അത്തരം ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ബിഗ് ബോസിന് അത് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ ടാസ്കിനിടക്ക് ഇട്ടോ എന്ന് പറയുന്ന വലിയൊരു സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ അനീഷിൻ്റെ മുതുകത്ത് ആദിൽ അടിക്കുന്നതാണ് കണ്ടത് എന്നാണ് നമ്മുടെ ജിഷിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. പക്ഷേ അതൊരു ആക്ഷേപമായിട്ട് നമ്മുടെ അനീഷ് ഉന്നയിക്കാത്ത കാലത്തോളം ബിഗ് ബോസ് അത് പരിഗണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2-3 കാര്യങ്ങൾ എടുത്താൽ തീർച്ചയായിട്ടും ആദില എന്ന് പറയുന്ന കുട്ടി ബിഗ് ബോസിനെ ഈ സീസണിൽ തന്നെ ഈ ആഴ്ച തന്നെ പുറത്തു പോകേണ്ട ഒരു മത്സരാർത്ഥി തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത ലാലേട്ടൻ്റെ എപ്പിസോഡിൽ തീർച്ചയായിട്ടും ലാലേട്ടൻ അത് പരിഗണിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഞെട്ടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വരാൻ വേണ്ടി പോവുകയാണ്. ഈ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ വലിയൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്, അങ്ങനെ ആദില എന്ന് പറയുന്ന കുട്ടി നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് ഔട്ടാവുകയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നൂറയുടെ ഫാമിലിയും അതുപോലെ തന്നെ നൂറയുടെ അനുജത്തിമാരുമെല്ലാം അവരെ കാണാൻ വേണ്ടി ബിഗ് ബോസിനകത്തേക്ക് എത്തുന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കുടുംബവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ള എല്ലാ മാനസികമായ ഐക്യവും എല്ലാവിധ
സാഹചര്യം ഇപ്പോൾ ഒത്തു വന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ കുട്ടിയുടെ കുടുംബത്തുമായി സഹകരിക്കുന്നതിനോ അവരുമായിട്ട് സംസാരിക്കുന്നതിനോ അവരുമായിട്ട് ഇടപഴകുന്നതിനോ മാനസികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല എന്നുള്ളതാണ്. അതിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് നമ്മുടെ ആദില എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രമാണ്. കാരണം ആ കുട്ടി ഒരു ലെസ്ബിയനാണ്. ആ കുട്ടിക്ക് മറ്റൊരു ആൺസങ്കല്പമോ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. കാരണം അവരുടെ വീടുമായിട്ടും അവരുടെ ഫാമിലിയുമായിട്ടും അത്രക്കും രീതിയിൽ അകന്ന് താമസിക്കുന്ന ഒരു കുട്ടിയാണ് ആദില. അവർക്ക് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും പ്രയാസമാണ് എന്നുള്ളതാണ്. പക്ഷേ നൂറ എന്ന് പറയുന്ന കുട്ടി അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. വാപ്പ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിനോട് അത്രയ്ക്കും സ്നേഹമാണ്. എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ട് എവിടെയെങ്കിലും എത്തിക്കണം എന്നൊരു രീതിയിൽ എൻ്റെ വാപ്പ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു എന്ന് നമ്മുടെ നൂറ ഇതിൻ്റെ മുന്നേ എപ്പിസോഡിൽ പറയുന്നത് നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഫാമിലിയുമായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻറ്റുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ നൂറ. തീർച്ചയായിട്ടും ആ ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും അവരുടെ വീട്ടുകാരുമായി ഇണങ്ങി താമസിക്കാനും അതുപോലെ തന്നെ ഇനിയുള്ള ജീവിതങ്ങൾ ഒരു പുരുഷനെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ പരമ്പര നിലനിർത്താനും അതുപോലെ തന്നെ മുന്നോട്ട് ജീവിക്കാനും എല്ലാം സാധിക്കുന്ന രീതിയിലേക്ക് അവർക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. അതിനെല്ലാം തന്നെ കാരണക്കാരിയായിക്കൊണ്ട് ഇപ്പോൾ ആദില എന്ന് പറയുന്ന കുട്ടി ബിഗ് ബോസിനകത്ത് നമ്മുടെ നൂറയുമായിട്ട് പിണങ്ങി കഴിയുന്നതാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ആ പാത്രം കഴുകാൻ വരെ അവിടെ പോകുന്ന സമയത്ത് ആദില പോകുന്ന സമയത്ത് നൂറ പാത്രം പിടിച്ചു വാങ്ങിയിട്ട് പറയുന്നുണ്ട്, എൻ്റെ പാത്രം നീ കഴുകണ്ട, ഞാൻ കഴുകി വെച്ചോളാം എന്ന് പറയുമ്പോൾ എന്താണ് ബേബി ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അവരുമായിട്ട് ഒരു ടോളറേറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി എനിക്ക് സാധിക്കുന്നില്ല എന്ന രീതിയിൽ നൂറ ഇപ്പോഴെങ്കിലും അത് തുറന്നു പറയാൻ വേണ്ടി സാധിച്ച ആ മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് അവരുടെ ഫാമിലി വന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുമായി സംസാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മോളോട് യാതൊരു വിധത്തിലുള്ള വെറുപ്പോ വൈരാഗ്യമോ ഒന്നുമില്ല എന്ന് ആ ഫാമിലി പറയുന്നിടത്ത് വെച്ച് ഒരു മഞ്ഞുരുക്കൽ തീർച്ചയായിട്ടും ഉണ്ടാവുകയും ആ കുട്ടിക്ക് അവരുടെ വീട്ടുകാരെ കാണാനും സംസാരിക്കാനും വീണ്ടും തിരിച്ച് പഴയതുപോലെ തന്നെ നൂറയ്ക്കൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പഴയതിനേക്കാൾ കൂടുതൽ സ്നേഹത്തോടെ അവരുടെ ഫാമിലി അവിടെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമായിട്ട് നമ്മുടെ ആദില എന്ന് പറയുന്ന കുട്ടി ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോവുക തന്നെ വേണം. അതിനുള്ള എല്ലാ കാരണങ്ങളും ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ്. 2-3 കാരണങ്ങൾ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ആദിലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. നൂറ ഈ ജയിൽ ടാസ്കിൽ ആദിലയുടെ പേര് നിർദ്ദേശിച്ചുകൊണ്ട് ആദിലയോട് പറയുന്നുണ്ട്, നീ ജയിലിൽ പോയി കിടന്നതിന് ശേഷം അനീഷ് എന്ന് പറയുന്ന ആ മനുഷ്യനോട് കാല് പിടിച്ച് മാപ്പ് പറയണമെന്നും തെറ്റുകൾ ഏറ്റു പറയണമെന്നും അതിനുശേഷം അവിടെ നിന്ന് ഒന്ന് കൂളായതിനു ശേഷം തിരിച്ചു വന്നാൽ മതി എന്ന് വരെ നമ്മുടെ നൂറ പറയുന്നുണ്ട്. അത്രയ്ക്ക് മാനസികമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി സാധിക്കാത്ത ഒരു ഘട്ടത്തിലേക്കാണ് ബിഗ് ബോസിനകത്ത് ഇപ്പോൾ ആദില അതുപോലെ തന്നെ നൂറ എന്ന് പറയുന്ന ഈ ലെസ്ബിയൻ കഥാപാത്രങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 2 പേരും ഞാൻ പറഞ്ഞ മാതിരി തീർച്ചയായിട്ടും അടിയുടെ വക്കിൽ വരെ എത്തിക്കൊണ്ട് അത്രയും വലിയ ഒരു ശണ്ട കൂടുന്ന രീതിയിലേക്കൊക്കെ പ്രൊമോയിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും ഈ അടുത്ത എപ്പിസോഡിലെങ്കിലും ഈ ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ അനീഷിനോട് വളരെ മോശകരമായ രീതിയിൽ പെരുമാറുകയും അതുപോലെ തന്നെ വെള്ളം മുഖത്ത് തേച്ചതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും തീർച്ചയായിട്ടും ഒരു നടപടിയെടുക്കാൻ നമ്മുടെ ലാലേട്ടന് സാധിക്കണം. ലാലേട്ടൻ ഒരുപാട് ഇവരെ കെയർ ചെയ്ത് സംരക്ഷിച്ച് വെക്കുന്നതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ്. തീർച്ചയായിട്ടും അവർ ഇത്തരം കാര്യങ്ങളെ എല്ലാം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ബിസിനസ് തന്ത്രമാണ്. അവർക്ക് മനുഷ്യത്വപരമായോ അല്ലെങ്കിൽ സാമൂഹികപരമായ പ്രതിബദ്ധതയോ അത്തരം കാര്യങ്ങൾക്കോ ഒന്നുമല്ല അവർ മുൻതൂക്കം കൊടുക്കുന്നത്. അവരുടെ ഈ ഷോ എത്രയും എപ്പിസോഡുകൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് കൂടുതൽ ആൾക്കാരത്തേക്ക് എത്തിപ്പെടുകയും അതിനെ കൂടുതൽ ആൾക്കാർ സ്വീകരിക്കുകയും കാണുകയും അതുപോലെ തന്നെ ഇതുപോലെ ചർച്ചകൾ ചെയ്യുകയും വേണമെന്നുള്ളത് അവരുടെ ഒരു ബിസിനസ് തന്ത്രമാണ്. അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഈ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ലെസ്ബിയൻ കപ്പിളിനെ ഇത്ര നിസാരവൽക്കരിച്ചുകൊണ്ട് മലയാളികളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി ബിഗ് ബോസ് നടത്തിയ ഒരു ഗൂഢമായ ശ്രമം തന്നെയാണ് ഈ ആദില നൂറ എന്ന് പറയുന്ന കപ്പിൾസിലൂടെ നമ്മളുടെ സമൂഹത്തിലേക്ക് അവർ തെറ്റായ ഒരു മെസ്സേജ് എന്ന് ഞാൻ തന്നെ പറയും. അത് വളരെ കണ്ണിങ് ആയിട്ട് വളരെ നിഷ്പക്ഷമായിട്ട് നമ്മുടെ ലക്ഷ്മി എന്ന് പറയുന്ന സഹോദരി ഈ ബിഗ് ബോസിനകത്ത് പറഞ്ഞു. തീർച്ചയായിട്ടും അവർ നല്ല ഒരു കയ്യടി അർഹിക്കുന്നുണ്ട് എന്ന് തന്നെ ഞാൻ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവർ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ കുട്ടികളെ വീട്ടിൽ കയറ്റാൻ വേണ്ടി പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ്റെ മുഖത്ത് നോക്കി അത് ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ധൈര്യം കാണിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു നമ്മുടെ ലക്ഷ്മി. തീർച്ചയായിട്ടും അവർക്ക് കേരള സമൂഹത്തിൽ ഒരുപാട് പിന്തുണ കൂടുന്നതും ഒരുപാട് വോട്ടുകൾ കിട്ടുന്നതും നമ്മൾ കണ്ടു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അഭിപ്രായമാണ്. അത് അവരുടെ അഭിപ്രായമാണ്. അത് നട്ടലോട് കൂടി നിവർന്നു നിന്ന് പറയാൻ ആ കുട്ടി കാണിച്ച ധൈര്യം മറ്റൊരു മത്സരാർത്ഥിയും ആ സ്റ്റേജിലോ അല്ലെങ്കിൽ ആ ഒരു വീടിനകത്തോ കാണിച്ചില്ല. തീർച്ചയായിട്ടും ആ സഹോദരി ഒരിക്കൽ കൂടി
ഇവിടെ കയ്യടി അർഹിക്കുകയാണ്. ഞാൻ ലെസ്ബിയൻ എന്ന് പറയുന്ന ഒരു കപ്പിൾസിനെ മോശമായി ചിത്രീകരിക്കുകയല്ല. അത്തരം ആളുകൾക്ക് അത്തരം ജീനിൽ അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ അങ്ങനെ ജീവിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ അല്ലാത്ത ആൾക്കാർ അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നതുകൊണ്ട് മാത്രമാണ് അതിനെ നമ്മൾ തള്ളിപ്പറയുന്നത്. തീർച്ചയായും നമുക്ക് അടുത്ത എപ്പിസോഡുകൾ വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.